ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ശ്രീരാമകഥാദിനം 13. ഇന്നത്തെ വിഷയം അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും ദർശനം, ദണ്ഡകാരണ്യപ്രവേശം, വിരാധവധം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ഭരതൻ ചിത്രകൂടിലെത്തി ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചതും ശ്രീരാമൻ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ വനവാസം തുടരുമെന്ന് പറഞ്ഞതും ഭരതൻ ശ്രീരാമൻ്റെ പാതുകകൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് നന്ദിഗ്രാമത്തിൽ നിന്ന് രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചതും നാം കേട്ടു. ഇന്ന് വനവാസത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഭരതൻ മടങ്ങിയ ശേഷം ചിത്രകൂടിൽ വലിയ ജനത്തിരക്കുണ്ടാകാൻ തുടങ്ങി. ഋഷിമാരുടെ തപസ്സിന് തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രീരാമൻ അവിടെ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. വഴിമധ്യേ അവർ മഹാതപസ്വിയായ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. മഹർഷി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയാദേവി ഭാരതത്തിലെ മഹാപതിവ്രതകളിൽ ഒരാളായിരുന്നു. അവൾ സീതാദേവിയെ അടുത്തിരുത്തി ധർമ്മവും കുടുംബജീവിതവും സ്ത്രീയുടെ മഹത്വവും ഉപദേശിച്ചു. അവൾ പറഞ്ഞു, സീതേ, ഭർത്താവിനോടുള്ള സ്നേഹവും വിശ്വാസവും ക്ഷമയും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണങ്ങളാണ്. അനസൂയാദേവി സീതയ്ക്ക് ഒരിക്കലും പാടാത്ത ദിവ്യമാലയും ദിവ്യവസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും സമ്മാനിച്ചു. സീത അവയെ വിനയത്തോടെ സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങി. അവിടെ നിന്ന് യാത്ര തുടർന്ന ശ്രീരാമനും സീതയും ലക്ഷ്മണനും വിശാലമായ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു. അവിടെ അനേകം മഹർഷിമാർ തപസ് ചെയ്തിരുന്നു. ഋഷിമാർ ശ്രീരാമനോട് പറഞ്ഞു, പ്രഭോ, രാക്ഷസന്മാർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ശ്രീരാമൻ മറുപടി പറഞ്ഞു, ധർമ്മത്തെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ ഇല്ലാതാക്കും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വിരാധൻ എന്ന ഭയങ്കരനായ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും അവനോട് യുദ്ധം ചെയ്തു. പക്ഷേ ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ചതിനാൽ ആയുധങ്ങൾ കൊണ്ട് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇരുവരും ചേർന്ന് വിരാധനെ നിലത്ത് വീഴ്ത്തി ഒരു വലിയ കുഴിയെടുത്ത് അതിലടക്കം ചെയ്തു. അപ്പോഴാണ് അവൻ്റെ ശാപം അവസാനിച്ചത്. വിരാധൻ തൻ്റെ യഥാർത്ഥ രൂപമായ ഒരു ദിവ്യ ഗന്ധർവനായി മാറി. അവൻ ശ്രീരാമനെ പ്രണാമം ചെയ്തു പറഞ്ഞു, പ്രഭോ, ശാപവിമുക്തനാക്കിയതിന് നന്ദി. ഇനി മുന്നോട്ടു പോകുമ്പോൾ ശരഭംഗ മഹർഷിയെയും സുദീക്ഷണ മഹർഷിയെയും സന്ദർശിക്കണമേ. അങ്ങനെ പറഞ്ഞ് ദിവ്യലോകത്തിലേക്ക് പോയി. ശ്രീരാമൻ വനത്തിലൂടെ സഞ്ചരിച്ചത് സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. എവിടെയെല്ലാം ദുഃഖവും അധർമ്മവും കണ്ടുവോ അവിടെയെല്ലാം ധർമ്മം സ്ഥാപിക്കുകയും ശാപങ്ങളിൽ നിന്ന് ജീവികളെ മോചിപ്പിക്കുകയും ഋഷിമാർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഇതാണ് ഒരു അവതാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മെ പഠിപ്പിക്കുന്നത്, ഈ കഥയിൽ കൂടി നമ്മൾ പഠിക്കാനുള്ളത്, സത്സംഗം ജീവിതത്തെ ഉയർത്തും. അനസൂയാദേവിയുടെ ഉപദേശം പോലെ ധർമ്മത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളണം. ശ്രീരാമനെ പോലെ ദൈവത്തിൻ്റെ സ്പർശം ജീവിതത്തെ മാറ്റിമറിക്കും. വിരാധന് മോക്ഷം ലഭിച്ചതുപോലെ. ഹേ ശ്രീരാമ, ഞങ്ങളുടെ ജീവിതത്തിലെ അഹങ്കാരവും ക്രോധവും അജ്ഞാനവും ഇല്ലാതാക്കി ധർമ്മത്തിൻ്റെ വഴിയിൽ നടത്തണമേ. സത്സംഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സൽപ്രവർത്തികളിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശൂർപ്പണഖയുടെ വരവ്, ശ്രീരാമനോടുള്ള മോഹം, ലക്ഷ്മണൻ മൂക്കും ചെവിയും ഛേദിക്കുന്നത്, ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരുടെ വധമാണ് നാളെ നമ്മൾക്ക് കേൾക്കാനുള്ളത്. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ